കളകളമൊഴുകി വരും കുളിരലയിൻ നാദം, അലകടലിൻ ആഴങ്ങളിൽ നിന്നുയരും നാദം, കൂനമ്മാവിൻ നാദം, കുഞ്ഞുങ്ങൾ തന്നാദം. റേഡിയോ പ്രിയോ, റേഡിയോ പ്രിയോ. കളകളമൊഴുകി വരും കുളിരലയിൻ നാദം, അലകടലിൻ ആഴങ്ങളിൽ നിന്നുയരും നാദം, പൂനമ്മാവിൻ നാദം, കുഞ്ഞുങ്ങൾ തന്നാദം. റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ. ഹലോ എവരിവൺ, ഞങ്ങളുടെ പുതിയ റേഡിയോ പ്രിയോറിന്റെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പഠനത്തിന്റെ തിരക്കുകൾക്കിടയിൽ നിന്ന് കുറച്ചിടവേള, ഉപജില്ലാ ശാസ്ത്രമേള, കായികമേള എന്നിവയുടെ ഒരുക്കങ്ങൾക്കിടയിലും ഞങ്ങൾ എത്തുന്നു. വിജ്ഞാനവും വിനോദവുമായി, കഥകളും പാട്ടുകളുമായി, കളിയും കായികവുമായി, വാർത്തകളും വിശേഷങ്ങളുമായി ഞങ്ങൾ 6Bയിലെ മിടുക്കന്മാരും മിടുക്കികളും. ഞങ്ങളുടെ സ്വന്തം നീമ ടീച്ചർക്കൊപ്പം ഞാൻ ആൻമരിയ റൊസാലിയ, കൂടെ ഞാൻ ദിയ രതീഷ്. We are signing in. എല്ലാവർക്കും ഞങ്ങൾ 6Bയിലെ കൂട്ടുകാർ അവതരിപ്പിക്കുന്ന റേഡിയോ പ്രിയോറിലേക്ക് സ്വാഗതം. പൂനമ്മാവിൻ നാദം, കുഞ്ഞുങ്ങൾ തന്നാദം. റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ. സംഗീതം ഒരു അനശ്വര കലാരൂപമാണ്. അത് നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നു. സംഗീതം നമ്മെ സന്തോഷിപ്പിക്കുന്നു, ആശ്വസിപ്പിക്കുന്നു, കൂടാതെ നമ്മുടെ ആത്മാവിനെ ഉണർത്തുന്നു. സംഗീതം നമ്മുടെ മാനസിക സമ്മർദ്ദം കുറയ്ക്കുന്നു എന്ന് കേട്ടിട്ടില്ലേ? എന്നാൽ ആദ്യം നമുക്ക് നമ്മുടെ മനസ്സിനെ ഒന്ന് ടെൻഷൻ ഫ്രീ ആക്കിയാലോ? അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ശ്രുതിമധുരമായ ഗാനം കേട്ടാലോ? കണ്ണോട് കണ്ണായിടാം എന്ന വളരെ ഇമ്പമാർന്ന ഒരു ഗാനം നമുക്ക് വേണ്ടി ആലപിക്കാനെത്തുന്നു നമ്മുടെ നിവേദ്യ കുട്ടി. കണ്ണോട് കണ്ണായിടാം, മെയ്യോരമെയ്യായിടാം, കാതോരം പാടിയോ അനുരാഗം തേടിയോ, മാനത്തെ പൂന്തോപ്പിൽ താഴങ്ങൾ പാടിയ തന്നു നാം കണ്ടതല്ലേ. കണ്ണോട് കണ്ണായിടാം, മെയ്യോരമെയ്യായിടാം, ഓളങ്ങളാൽ കാലങ്ങളിൽ കൈകോർത്തു നാം ഇന്നും, നന്നാളിലും കണ്ണീരിലും ഒന്നായി നാം എന്നും. കണ്ണോട് കണ്ണായിടാം, മെയ്യോരമെയ്യായിടാം. എന്ത് രസമായി പാടി! പാട്ട് തീർന്നത് അറിഞ്ഞതേയില്ല. ശരിയാ, നമുക്കിനി ജോലിയിലേക്ക് കിടക്കാം. ഒക്ടോബർ 9 എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? ഒക്ടോബർ 10 ഞാൻ പറയാമല്ലോ. എങ്കിൽ പറഞ്ഞോളൂ. ഒക്ടോബർ 9 ലോക തപാൽ ദിനം. ഒക്ടോബർ 10 ദേശീയ തപാൽ ദിനം. തപാൽ ദിന സന്ദേശവുമായി എത്തുന്നത് ആരാണെന്ന് അറിയാമോ? അറിയാമല്ലോ, നമ്മുടെ സ്വന്തം കരിഷ്മ. ഹലോ, ഞാൻ കരിഷ്മ. ഞാനിവിടെ ലോക തപാൽ ദിനത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. എല്ലാ വർഷവും ഒക്ടോബർ 9 ലോക തപാൽ ദിനം ആഘോഷിക്കുന്നു. 1874 യൂണിവേഴ്സൽ പോസ്റ്റൽ യൂണിയൻ രൂപീകരിച്ചതിൻ്റെ വാർഷികം ആഘോഷിക്കുന്നതിനുള്ള ഒരു മാർഗമായി 1969 ടോക്കിയോയിൽ നടന്ന യൂണിവേഴ്സൽ പോസ്റ്റൽ കോൺഗ്രസ് ആണ് ഈ പരിപാടി പ്രഖ്യാപിച്ചത്. ലോക തപാൽ ദിനത്തിൻ്റെ ഉദ്ദേശം ആളുകളുടെയും ബിസിനസ്സുകളുടെയും ദൈനംദിന ജീവിതത്തിൽ തപാൽ സ്ഥാപനത്തിൻ്റെ പങ്കിനെക്കുറിച്ചും ആഗോള സാമൂഹിക സാമ്പത്തിക വികസനത്തിന് അതിൻ്റെ സംഭാവനയെക്കുറിച്ചും അവബോധം സൃഷ്ടിക്കുക എന്നതാണ്.
ഈ വർഷത്തെ ലോക തപാൽ ദിനത്തിന്റെ പ്രമേയം എന്താണെന്നോ? പോസ്റ്റ് ഫോർ പീപ്പിൾ, ലോക്കൽ സർവീസ്, ഗ്ലോബൽ റീച്ച്. അതായത് ജനങ്ങൾക്കായുള്ള പോസ്റ്റ്, പ്രാദേശിക സേവനം, ആഗോളതലത്തിൽ എത്തിച്ചേരൽ. ഇത് സമൂഹങ്ങളിൽ വേരൂന്നിയതും ജനങ്ങളാൽ നയിക്കപ്പെട്ടതുമായ ഒരു സുപ്രധാന പൊതുസേവനമായി പോസ്റ്റിനെ ഉയർത്തിക്കാട്ടുന്നു. ഗ്രാമപ്രദേശങ്ങൾക്ക് മുതൽ നഗര കേന്ദ്രങ്ങൾക്ക് വരെ പോസ്റ്റ് ഫോർ പീപ്പിളിനെ ആദരിക്കുന്നു. അപ്പോൾ ആരും മറക്കണ്ട, ഒക്ടോബർ 9 ലോക തപാൽ ദിനം, ഒക്ടോബർ 10 ദേശീയ തപാൽ ദിനം. കുഞ്ഞുങ്ങൾ തന്നാദം റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ. ഇനി കുറച്ചു നേരത്തേക്ക് നമുക്കൊരു കവിത ശ്രവിച്ചാലോ? കവിതാലാപനം നടത്തുന്നത് അലസാൻഡ്ര ഗ്രീൻ എന്ന മിടുക്കിക്കുട്ടി. അലസാൻഡ്രയെ നമുക്ക് സ്വാഗതം ചെയ്യാം. ഓക്കെ. നമസ്കാരം. ശ്രീ വള്ളത്തോൾ നാരായണ മേനോന്റെ എൻ്റെ ഭാഷ എന്ന കവിതയാണ് ഞാൻ ഇന്നിവിടെ ആലപിക്കാൻ പോകുന്നത്. മിണ്ടിത്തുടങ്ങാൻ ശ്രമിക്കുന്ന പിഞ്ചിളം ചുണ്ടിന്മേലമ്മിഞ്ഞ പാലോടൊപ്പം അമ്മ എന്നുള്ള രണ്ടക്ഷരമല്ലയോ സമ്മേളിച്ചിടുന്നതൊന്നാമതാ. മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ, മർത്യനു പെറ്റമ്മ തൻ ഭാഷ താൻ. മാതാവിൻ വാത്സല്യ ദുഗ്ധം നുകർന്നാലേ പൈതങ്ങൾ പൂർണ്ണ വളർച്ച നേടും. അമ്മ താൻ തന്നെ പകർന്നു തരുമ്പോഴേ നമ്മൾക്ക് അമൃതായി തോന്നും. ഏതൊരു വേദവും ഏതൊരു ശാസ്ത്രവും ഏതൊരു കാവ്യവും ഏതൊരാൾക്കും ഹൃത്തിൽ പതിയേണമെങ്കിൽ സ്വഭാഷിതൻ വസ്ത്രത്തിൽ നിന്നു താൻ കേൾക്ക വേണം. ഹൃത്യം സ്വഭാഷതൻ സ്വീകരമോരോന്നു മുൾത്തേനായി ചേരുന്നു ചിത്തതാരിൽ. അന്യബിന്ദുക്കളോ തൽബഹിർഭാഗമേ തിന്നിച്ചു നിൽക്കുന്ന തൂമുട്ടുകൾ. ആദിമാകാവ്യവും പഞ്ചമവേദവും നീതി പൊരുളുമുപനിഷത്തും പാടി സ്വകീയരെ കേൾപ്പിച്ച കൈരളി പാടവഹീന എന്നാർ പറയും. കൊണ്ടാടിനാനാവിചിന്തന തന്തുക്കൾ കൊണ്ടാത്മഭാഷയെ വാഴ്ത്തിക്കാകിൽ. കേരളത്തിൻ നീരുൾക്കൂണ്ടിൽ നിന്നൊന്നു കേറാൻ പഠിക്കയറെന്തു വേറെ. മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ, മർത്യനു പെറ്റമ്മ തൻ ഭാഷ താൻ. മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ, മർത്യനു പെറ്റമ്മ തൻ ഭാഷ താൻ. നന്ദി, നമസ്കാരം. കവിതയുടെ അർത്ഥം നന്നായി മനസ്സിലാകുന്ന വിധത്തിൽ എത്ര വ്യക്തമായാണ് ലിസാൻഡ്ര കവിത അവതരിപ്പിച്ചിരിക്കുന്നത്. നന്നായിരുന്നു അല്ലേ? ആഘോഷങ്ങളും ഉത്സവങ്ങളും ഇഷ്ടമല്ലാത്തവരായി ആരുണ്ട്? ദീപങ്ങളുടെ പ്രകാശത്തിന്റെ ഉത്സവമായ ദീപാവലിയെക്കുറിച്ച് അനാമിക അനീഷ്. ദീപാലങ്കാരങ്ങൾ കൊണ്ട് ആഘോഷിക്കുന്ന ഒരു ഉത്സവമാണ് ദീപാവലി. തുലാമാസത്തിലെ അമാവാസി ദിനമാണ് ദീപാവലി ആഘോഷിച്ചു വരുന്നത്. 5 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ ഉത്സവത്തിന്റെ അവസാന ദിവസമാണ് ദീപാവലി എന്നറിയപ്പെടുന്നത്. ദീപങ്ങളുടെ ഉത്സവമാണ് ഇത് ഹിന്ദു മതങ്ങളിൽ പറയുന്നത്. വിളക്കുകൾ തെളിയിച്ചും വർണ്ണങ്ങൾ മനോഹരമായി പടക്കങ്ങൾ പൊട്ടിച്ചും ഇത് ആഘോഷിക്കുന്നു. കൂടാതെ മധുര പലഹാരങ്ങൾ വിതരണം ചെയ്ത് ദീപാവലി ആഘോഷിക്കുന്നു. നന്ദി. കുഞ്ഞുങ്ങൾ തന്നാദം റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ,
നന്ദി അനാമിക. ഒരു വീട്ടിൽ എല്ലാവരും പാട്ടുകാരായാൽ എന്തായിരിക്കും അല്ലേ? എന്നും പാട്ട് കേൾക്കാം, പുതിയ പാട്ടുകൾ പഠിക്കാം, പാട്ടിന്റെ ഒഴുക്കായിരിക്കും. എന്നാൽ അങ്ങനെയുള്ള ഒരു കുടുംബത്തിൽ നിന്നും ഗാനവുമായി എത്തുന്നു നമ്മുടെ ബെനഡിക്റ്റ് ആന്റണിയുടെ അമ്മ ജിനു ആന്റി. കണ്ണാം തുമ്പി പോരാമോ, എന്നോടിഷ്ടം കൂടാമോ, നിന്നെ കൂടാതില്ലല്ലോ ഇന്നിനുള്ളിൽ പൂക്കാലം, കളിയാടാമീ കിളിമരത്തണലോരം, കളിയാടാമീ കിളിമരത്തണലോരം. കണ്ണാം തുമ്പി പോരാമോ, എന്നോടിഷ്ടം കൂടാമോ, നിന്നെ കൂടാതില്ലല്ലോ ഇന്നിനുള്ളിൽ പൂക്കാലം. വെല്ലാം കല്ലിൻ ചില്ലും കൂടുന്നുണ്ടാക്കാം, ഉള്ളിനുള്ളിൽ താലോലിക്കാമെന്നെന്നും. എന്തേ പോരാത്തു വാവേ വാവാച്ചി, കുന്നിക്കോരക്കുത്തി നുള്ളിപ്പറിച്ചിട്ട പിന്നിക്കോരത്തൊരു മാല തീർക്കാം. തിങ്കൾ കിടാവിനെ തോളത്തെടുക്കുന്ന തങ്കക്കലമാനെ കൊണ്ടു തരാം. ചിങ്കിരി മുത്തല്ലേ എൻ്റെ ചിത്തിര കുഞ്ഞല്ലേ, കണ്ണാം തുമ്പി പോരാമോ, എന്നോടിഷ്ടം കൂടാമോ, നിന്നെ കൂടാതില്ലല്ലോ ഇന്നിനുള്ളിൽ പൂക്കാലം, കളിയാടാമീ കിളിമരത്തണലോരം, കളിയാടാമീ കിളിമരത്തണലോരം. കണ്ണാ തുമ്പി പോരാമോ, എന്നോടിഷ്ടം കൂടാമോ. ഈ പാട്ടിന് ഒരു പ്രത്യേക ഫീലാണല്ലേ? പിന്നെ പറയാതെ വയ്യ, നമ്മളിതിൽ ലയിച്ചു പോകും. ഇനി ആരാ വരുന്നേ? പാട്ടുകുടുംബം എന്നല്ലേ പറഞ്ഞത്? ഇനി ഈ ആന്റിയുടെ മോളാണല്ലോ, ബിയാട്രിസ് ഏഞ്ചൽ, ബെനഡിക്റ്റിന്റെ അനിയത്തി. ആ കുഞ്ഞു ഗായികയുടെ പാട്ടു കേട്ടാലോ? You're listening to Radio Prior, presented by Little Kites, St. Philomena's HSS Kunamav. അമ്മയും മോളും കലക്കി. സിനിമയിൽ പറയില്ലേ, കലക്കി കുടുക്കി തിമർത്തു എന്നൊക്കെ തന്നെ. അടുത്തതായി ഒരു ബുക്ക് റിവ്യൂ ആയാലോ? ബുക്ക് റിവ്യൂ ബൈ ഫീമ മരിയ. Hi everyone. Today I'm going to share a book review on Toto-chan, The Little Girl at the Window, written by Tetsugo Kurangi. This is one of the most heartwarming and inspiring books I have ever read. It's not just a story about a little girl, it's about childhood curiosity and a very special school that believes in understanding every child's uniqueness. The author, Tetsugo Kurangi, is a famous Japanese television personality and UNICEF Goodwill Ambassador. She wrote this book based on her own childhood experience in Japan during World War II. The main character is Toto-chan, a curious,
talkative and energetic little girl. She is always full of questions and ideas which sometimes get her into trouble. Because of her behavior, she is expelled from her first school. But instead of scolding her, her mother takes her to a very different school, Tomogakuen, run by a kind and understanding headmaster named Mr. Kobayashi. Tomogakuen is not like an ordinary school. The classrooms are made from all train carriages. Students can choose which subject they want to study first each day. They learn through nature works, arts, music, and real life experience instead of just textbooks. Mr. Kobayashi believed that every child is talented in their own way, and it's the teacher's job to find and nurture their talent. This book beautifully shows how education should be about freedom, love, and creativity, not pressure or punishment. Through Toto-chan innocent eyes, we see how kindness and understanding can change the child's life. Some parts are funny, some are emotional, and some really makes you think about how schools could be. One of my favorite messages from this book is children need to be loved just the way they are. It reminds us that the children is unique and that what makes them special. Toto-chan, the little girl at the window, is a book for everyone. Children, teachers, parents alike. It makes us realize that education is not only about marks, but about helping children grow confidence and curiosity. If you want a story that will make you smile, think, and maybe even shed a tear, this is a perfect book to read. To conclude Toto-chan, it's not just the story of one little girl, but a lesson for all of us that love, kindness, and understanding can make a learning of joyful adventure. Thank you. വെൽഡൻ ഫിമ. എല്ലാവരും ഇതുപോലെ നല്ല പുസ്തകങ്ങൾ വായിച്ച് വായനക്കുറിപ്പ് എഴുതി വെക്കുമല്ലോ. ഇനി നമുക്ക് ഒരു ഗ്രൂപ്പ് സോങ് ആയാലോ? ഞങ്ങൾ പാട്ടിന്റെ കൂട്ടുകാർ കൂട്ടുചേർന്ന് പാടാനെത്തുന്നു. ആരൊക്കെയാണ് ഈ ഞങ്ങൾ? ഞാനും പിന്നെ നിവേദിയയും അനാമികയും ആയില്യയും വൈഷ്ണവിയും പിന്നെ നയനയും. കാവലായി ചെയ്തവരുണ്ടോ, ആശയായി നാളവുമുണ്ടോ, കാടുമീ കരയും കാക്കും വീരനേതോ, ചെഞ്ചിറയിൽ നൊന്തു പിടയ്ക്കും വൻപുഴയിൽ വീറും നോകും, ആറ്റുവാൻ രാവിലേറും സൂര്യനേതോ, വേരിൽ മണ്ണൊഴുകുമ്പോൾ മാറിയായി വിണ്ടകരുമ്പോൾ ചില്ലകൾ ചേർത്തു വിരിക്കും ആശ്രയമേതോ, നാടുവാഴും രാജാവേതോ, വാളുയർത്താൻ കൈയുണ്ടോ, നിലവുണ്ടോ നെഞ്ചുണ്ടോ, കനവുണ്ടോ തീയുണ്ടോ, ഒരു ദേശമാകെ ഒന്നാകണം, അഞ്ചാതെ പിഞ്ചാതെ പലതായി പിളരാതെ ഒരു മാനിൻ കീഴേ ഒന്നാകണം, നിലവുണ്ടോ നെഞ്ചുണ്ടോ, കനവുണ്ടോ തീയുണ്ടോ, ഒരു ദേശമാകെ ഒന്നാകണം, അഞ്ചാതെ പിഞ്ചാതെ പലതായി പിളരാതെ ഒരു വാനിൻ കീഴേ ഒന്നാകണം. ഉൾപ്പൊടി ചെന്തി പാറ്റും ആലയുടെ മടിയിൽ നിന്ന് ആപത്തിൽ പാറിപ്പയറ്റാൻ ചുരികയുണ്ടോ, മക്കളുടെ ചങ്കിൽ തറയ്ക്കും വിഷം തൊട്ട കൂരമ്പിൻ കൊമ്പ് ഊരി മാറ്റി മാറുന്നു പൊത്താൻ കോമരമുണ്ടോ, മണ്ണിതിൽ കാറ്റുറയുമ്പോൾ ചെങ്കനൽ ഓർമ്മയാകുമ്പോൾ ചൂടു തന്നു പാടി ഉറക്കാൻ ഈശ്വരനുണ്ടോ, ദേശം മാറും
സാമ്പ്രാനാരോ കാതിലോലാനാടുണ്ടോ നിനവുണ്ടോ നെഞ്ചുണ്ടോ കനവുണ്ടോ തീയുണ്ടോ ഒരു ദേശമാകെ നന്നാകണം അഞ്ചാതെ പിഞ്ചാതെ പലതായി പിളരാതെ ഒരു വാനിൻ കീഴേ നന്നാകണം നിനവുണ്ടോ നെഞ്ചുണ്ടോ കനവുണ്ടോ തീയുണ്ടോ ഒരു ദേശമാകെ നന്നാകണം അഞ്ചാതെ പിഞ്ചാതെ പലതായി പിളരാതെ ഒരു വാനിൻ കീഴേ നന്നാകണം നിനവുണ്ടോ നെഞ്ചുണ്ടോ കനവുണ്ടോ തീയുണ്ടോ ഒരു ദേശമാകെ നന്നാകണം അഞ്ചാതെ പിഞ്ചാതെ പലതായി പിളരാതെ ഒരു വാനിൻ കീഴേ നന്നാകണം. You're listening to Radio Prior, presented by Little Kites, St. Philomena's HSS Kunamav. നമസ്കാരം. ഈ ആഴ്ചയിലെ പ്രധാന വാർത്തയിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് 6Bയിൽ നിന്നും ആൻ മരിയ റൊസാലിയ. കൂനമാവ് സെന്റ് ഫിലോമിനാസ് ഹൈസ്കൂളിൽ 6ാം ക്ലാസ് വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും നേതൃത്വത്തിൽ ലോക ഹൃദയ ദിനം സമുചിതമായി ആചരിച്ചു. സ്കൂൾ അസംബ്ലിയിൽ ഷിഫ ടീച്ചർ ഹൃദയദിന സന്ദേശം നൽകി. ഗ്രീറ്റി ടീച്ചറിന്റെ നേതൃത്വത്തിലുള്ള JRC യൂണിറ്റ് അംഗങ്ങളും മറ്റ് വിദ്യാർത്ഥികളും അധ്യാപകരും ഹൃദയദിന സന്ദേശ പ്ലക്കാർഡുകളുമായി റാലിയിൽ പങ്കെടുത്തു. HM ബഹുമാനപ്പെട്ട ശ്രീമതി മിനി ഏലിയാസ് ടീച്ചറിനും എല്ലാ അധ്യാപകർക്കും അനധ്യാപകർക്കും കുട്ടികൾ ഹൃദയദിന ആശംസാ കാർഡുകൾ കൈമാറി. ഡോക്ടേഴ്സായി വേഷമിട്ട കുട്ടികളുടെ മോക്ക് കൺസൾട്ടേഷനും നടത്തപ്പെട്ടു. ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് SPC, JRC, സ്കൗട്ട് ആൻഡ് ഗൈഡ്, ലിറ്റിൽ കൈറ്റ്സ്, മറ്റ് ക്ലബ് അംഗങ്ങൾ, സ്കൂളിലെ വിദ്യാർത്ഥികൾ എന്നിങ്ങനെ എല്ലാവരും ചേർന്ന് ക്ലാസ് മുറികളും സ്കൂൾ പരിസരവും വൃത്തിയാക്കി. കേരള സ്കൂൾ ശാസ്ത്രോത്സവത്തോടനുബന്ധിച്ച് വടക്കൻ പറവൂർ വിദ്യാഭ്യാസ ഉപജില്ല ശാസ്ത്ര മാഗസിൻ തത്സമയ നിർമ്മാണത്തിൽ കൂനമാവ് സെന്റ് ഫിലോമിനാസ് ഹൈസ്കൂളിലെ അർച്ചന TS, നില വിജയകുമാർ, അനീഷ സുനിൽ, തീർത്ഥ MS, നവമി അനിൽ എന്നിവർ ചേർന്ന് തയ്യാറാക്കിയ ശാസ്ത്ര മാഗസിന് 1ാം സ്ഥാനം ലഭിച്ചു. ഒക്ടോബർ 8-ാം തീയതി വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിൽ കേരളത്തിൻ്റെയും കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെയും മേൽനോട്ടത്തിൽ ഭക്ഷ്യസുരക്ഷ സ്കൂളുകളിൽ ഉറപ്പാക്കാൻ കുട്ടിക്കൃഷിക്കൂട്ടം പദ്ധതി കൂനമാവ് സെന്റ് ഫിലോമിനാസ് സ്കൂളിൽ ആരംഭിച്ചു. സ്കൂളുകളോടനുബന്ധിച്ച് കുട്ടികൾ പച്ചക്കറി കൃഷി ചെയ്യുന്ന പദ്ധതിയാണിത്. ഒക്ടോബർ 5-ന് ലോക അധ്യാപക ദിനം 5ാം ക്ലാസ്സുകാരുടെ നേതൃത്വത്തിൽ ശുചിതമായി ആചരിച്ചു. വിദ്യാർത്ഥികൾ അധ്യാപക ദിന കാർഡുകൾ നൽകി എല്ലാ അധ്യാപകരെയും ആദരിച്ചു. പറവൂർ ഉപജില്ല ശാസ്ത്ര, ഗണിതശാസ്ത്ര, സാമൂഹ്യശാസ്ത്ര, പ്രവൃത്തി പരിചയ, IT മേളകളിൽ കൂനമാവ് സെന്റ് ഫിലോമിനാസ് സ്കൂളിൽ നിന്ന് പങ്കെടുത്ത വിദ്യാർത്ഥികൾ നിരവധി സമ്മാനങ്ങൾ കരസ്ഥമാക്കി. എറണാകുളം മഹാരാജാസ് ഗ്രൗണ്ടിലും പറവൂർ സമൂഹം സ്കൂളിലുമായി നടന്ന പറവൂർ ഉപജില്ല കായികമേളയിൽ കൂനമാവ് സെന്റ് ഫിലോമിനാസ് HSS റണ്ണറപ്പായി. കായിക, ശാസ്ത്ര, ഗണിതശാസ്ത്ര, സാമൂഹ്യശാസ്ത്ര, പ്രവൃത്തി പരിചയ, IT മേളകളിൽ പങ്കെടുത്ത് സമ്മാനങ്ങൾ കരസ്ഥമാക്കിയ സെന്റ് ഫിലോമിനാസിൻ്റെ എല്ലാ മിടുക്കന്മാർക്കും മിടുക്കികൾക്കും റേഡിയോ പ്രിയോറിൻ്റെ അഭിനന്ദനങ്ങൾ. ഇതോടെ ഈ ആഴ്ചയിലെ സ്കൂൾ വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. ഇനി എന്താ അടുത്ത പരിപാടി? എല്ലാവരും ഞങ്ങൾ 6Bയിലെ കൂട്ടുകാർ അവതരിപ്പിച്ച പരിപാടികൾ കേട്ടല്ലോ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതിക്കോട്ടെ. ക്ഷമയോടെ ഞങ്ങളുടെ പരിപാടികൾ കേട്ടിരുന്ന ഓരോരുത്തർക്കും ഞങ്ങൾ നന്ദി പറയുന്നു. നിങ്ങളോട് ഒന്നുകൂടി പറയാൻ ആഗ്രഹിക്കുന്നു, മൊബൈൽ ഫോണും TVയും കമ്പ്യൂട്ടറും ഒക്കെയുള്ള ഈ കാലഘട്ടത്തിൽ വായന കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നിരുന്നാലും വായിച്ചു കിട്ടുന്ന അറിവ് ഒന്ന് വേറെ തന്നെയാണ്. ഒരു പുസ്തകം ഒരു മികച്ച സുഹൃത്തിന് തുല്യമാണ്. അതുകൊണ്ട് നല്ല പുസ്തകങ്ങൾ വായിച്ച് തിരഞ്ഞെടുക്കുക. വായന നമ്മുടെ അറിവും ചിന്താശേഷിയും ഓർമ്മശക്തിയും വർദ്ധിപ്പിക്കും. ഓരോ പുസ്തകവും അറിവിന്റെ അത്ഭുത ലോകമാണ്. ആ ലോകത്തേക്ക് എത്തിച്ചേരാനുള്ള ഒരേ ഒരു മാർഗം വായന മാത്രമാണ്. നല്ല കൂട്ടുകാരോടൊപ്പം നല്ല പുസ്തകങ്ങളുമായി ഇനി നമുക്ക് മുന്നേറാം. ഞങ്ങൾ 6Bയിലെ കൊച്ചുകൂട്ടുകാർ. കൂടുതൽ പുതുമയുള്ള പരിപാടികളുമായി വരുന്ന അടുത്ത റേഡിയോ പ്രിയോറിന് വേണ്ടി കാത്തിരിക്കാം. ഞാൻ ആൻ മരിയ റൊസാലിയ, ഞാൻ ദിയ രതീഷ്, കൂടെ ഞങ്ങളുടെ നിയമ ടീച്ചറും. വി ആർ സൈനിങ് ഓഫ്. കളകളമൊഴുകി വരും
കുളിരലയിൻ നാദം അലകടലിൻ ആഴങ്ങളിൽ നിന്നുയരും നാദം കൂനമ്മാവിൻ നാദം കുഞ്ഞുങ്ങൾ തന്നാദം റേഡിയോ പ്രിയോ റേഡിയോ പ്രിയോ കളകള ഒഴുകി വരും കുളിരലയിൻ നാദം അലകടലിൻ ആഴങ്ങളിൽ നിന്നുയരും നാദം പൂനമ്മാവിൻ നാദം കുഞ്ഞുങ്ങൾ തന്നാദം